السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബുലൂഗുൽ മറാമിൽ നമ്മളതിൻ്റെ അവസാന ഭാഗമാണ്, കിതാബുൽ ജാമി ആണ് വായിക്കുന്നത്. ആദാബുകളുമായി ബന്ധപ്പെട്ട, മര്യാദകളുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് അദ്ദേഹം ഈ അധ്യായങ്ങളിൽ നൽകിയിട്ടുള്ളത്. 2 അധ്യായങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായി വായിച്ചത്. 3-ാമത്തെ അധ്യായം എന്ന് ആരംഭിക്കുകയാണ്. ബാബു സുഹ്ദി വൽ വറ, സുഹ്ദിന്റെയും വറഇന്റെയും അധ്യായം എന്നാണ് ഇതിന്റെ പേര്. സുഹ്ദ്, വറ എന്ന് പറയുന്ന വാക്കൊക്കെ പൊതുവെ ഭൗതിക വിരക്തി എന്ന മലയാള വാക്കിനെ കുറിക്കുന്ന വാക്കുകളാണ്. എന്നാൽ ഇവ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടും അദ്ദേഹം ചേർത്തി പറഞ്ഞിട്ടുള്ളത്. ബാബു സുഹ്ദി വൽ വറ. എന്താണ് സുഹ്ദ്, വറ, ഭൗതിക വിരക്തി എന്നർത്ഥം വരുന്ന ഈ 2 വാക്കുകളുടെ അർത്ഥവ്യത്യാസം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുഹ്ദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ പറഞ്ഞിട്ടുള്ളത് ഹുവ തർക്കു മാ ലാ യൻഫഉ ഫിൽ ആഖിറ, ആഖിറത്തിൽ ഉപകരിക്കാത്ത മുഴുവൻ കാര്യങ്ങളും ദുനിയാവിൽ വെച്ച് ഒരാൾ ഉപേക്ഷിക്കലാണ് സുഹ്ദ് എന്ന് പറയുന്നത്. അയാൾ ഏതൊരു കാര്യം അയാളുടെ മുന്നിലേക്ക് വരുമ്പോൾ അയാൾ ചിന്തിക്കുക, ഇത് ചെയ്താൽ എനിക്ക് ആഖിറത്തിൽ ഉപകാരമുണ്ടോ? ഈ വസ്തു വാങ്ങുന്നതിൽ, ഈ വസ്തു ഉപയോഗിക്കുന്നതിൽ ആഖിറത്തിൽ എനിക്ക് ഉപകാരമുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അദ്ദേഹം അത് ഉപേക്ഷിച്ചു കളയും. ഹറാമായതുകൊണ്ടല്ല, മറിച്ച് ആഖിറത്തിൽ ഇത് ഉപകാരമില്ലാത്തൊരു കാര്യമാണ്, വേണ്ട. സുഹ്ദ് എന്നാണ് അതിന് പറയുക. അതിന്റെ താഴെ വരുന്ന കാര്യമാണ് വറ എന്ന് പറയുന്നത്. അത് നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമായും വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തർക്കുമാ യദുറു ഫിൽ ആഖിറ, ആഖിറത്തിൽ നമുക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങളെ തൊട്ട് നമ്മൾ അതിനെല്ലാം ഉപേക്ഷിക്കലാണ്. ആഖിറത്തിൽ നമുക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്, അതിനെ ഉപേക്ഷിക്കലാണ് വറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് ആവശ്യമാണ്. എന്നാൽ സുഹ്ദ് എന്നുള്ള പദവി അതിനേക്കാൾ വലിയ പദവിയാണ്. നമുക്ക് ഉപദ്രവമുള്ള കാര്യത്തിനെയും അതുപോലെ തന്നെ നമുക്ക് ആഖിറത്തിൽ ഉപകാരമില്ലാത്തതിൻ്റെയും ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപകാരമോ ഉപദ്രവമോ ഇല്ലാത്തതായ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഇതാണ് സുഹ്ദ്, വറ എന്ന് പറയുന്ന ഈ 2 വാക്കുകളുടെ അർത്ഥ വ്യത്യാസം. അതിനുശേഷം അദ്ദേഹം കൊടുത്തിട്ടുള്ള ഹദീസ് സഹോദരങ്ങളെ വായിക്കാം. അൻ-നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുമാ ഖാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും രണ്ടുപേരും സഹാബിയാണ്. അപ്പോഴാണ് റളിയല്ലാഹു അൻഹുമാ എന്ന് പറയാറുള്ളത്. അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ വഅഹുവ അൻ-നുഅ്മാനു ബിഇസ്ബിഇഹി ഇലാ ഉദ്നൈഹി, തന്റെ വിരലുകൊണ്ട് ഇരു ചെവിയിലേക്കും അദ്ദേഹം ചൂണ്ടിക്കൊണ്ട്, അതാ ഞാൻ ഈ ചെവി കൊണ്ട് കേട്ടു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ആ കേൾവി അത്രയും തഹ്ഖീഖ് ചെയ്തുകൊണ്ട്, ഉറപ്പുവരുത്തിക്കൊണ്ട്, അത് മറ്റൊരാളോട് ഉദ്ധരിക്കുമ്പോൾ ഞാൻ ഈ ചെവി കൊണ്ട് കേട്ടതാണ് എന്ന് പറയുന്നത് ആ കേൾവി ഉറപ്പുവരുത്തിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കേൾവി ഞാനിത് അങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സഹാബി നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ, തീർച്ചയായും ഹലാലായ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്, ഹറാമായ കാര്യവും വ്യക്തമാണ്. വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്, ഇതിനിടയിൽ ചില സംശയത്തിനിട വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തത അതിനില്ല. ആർക്കാണ് വ്യക്തത ഇല്ലാത്തത്? ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ അധിക ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയുകയില്ല, അത് ഹറാമാണോ ഹലാലാണോ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനിടയിലുള്ളൊരു കാര്യമായിട്ടാണ് അതുള്ളത്. ഉമൂറുൻ മുസ്തബിഹാത്താണ്, സംശയമുള്ള കാര്യങ്ങളാണ്. അതിന് തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫമനിത്തഖ ശുബുഹാത് ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി, ആരെങ്കിലും അത്തരം സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളെ തൊട്ട് മാറി നിന്നാൽ, അതിൽ നിന്നും സൂക്ഷ്മത കാണിച്ചാൽ, അവൻ തന്റെ ദീനിനെയും അഭിമാനത്തെയും സംരക്ഷിച്ചിരിക്കുന്നു. വമൻ വഖഅ ഫി ശുബഹാത് വഖഅ ഫിൽ ഹറാം,
ആരെങ്കിലും ഇത്തരം സംശയമുള്ള കാര്യങ്ങളിലേക്ക് വീണാൽ അവൻ ഹറാമിലേക്ക് വീണത് തന്നെ. ഇതിനുള്ള ഉദാഹരണം ഒരു ആട്ടിടനെ പോലെയാണ്, അല്ലെങ്കിൽ മേച്ചിൽപ്പുറങ്ങളിൽ തന്റെ കന്നുകാലികളെ മേയ്ക്കുന്ന ഒരുവനെ പോലെയാണ്. അവനിതാ ആ അതിർവരമ്പുകളിലാണ് അതിനെ മേയ്ക്കുന്നത്. അത് യൂഷിക്കു അയ്യർത്ത അഫി, അപ്പുറം കടന്നിട്ട് മറ്റവന്റെ പറമ്പിൽ നിന്നും അത് ഭക്ഷിക്കാൻ കഴിക്കാൻ മേയാൻ അത് സാധ്യതയുണ്ട്. അല വ ഇന്ന ലികുല്ലി മലിക്കിൻ ഹിമ, അറിയുക ഓരോ സംരക്ഷണ പ്രദേശത്തിനും അതിന്റെ യജമാനനുണ്ട്, ഉടമസ്ഥനുണ്ട്. അല വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണ പ്രദേശം എന്ന് പറയുന്നത് അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അല, നിങ്ങൾ മനസ്സിലാക്കണം, വ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ, തീർച്ചയായും ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അല വഹിയൽ ഖൽബ്, അറിയുക അതാണ് ഖൽബ്, ഹൃദയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒന്ന് ഏകദേശം അർത്ഥം അറിഞ്ഞ് വായിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരു ഹദീസ് തന്നെയാണ്. പക്ഷെ സഹോദരങ്ങളെ, ഇതിൽ ആഴത്തിലേക്ക് ഇറങ്ങി മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ദീനുൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന 3 ഹദീസിൽ ഒരു ഹദീസാണ് ഈ ഹദീസ് എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ ഈ ഹദീസിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര ആഴത്തിൽ ഈ ഹദീസിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ വകയുള്ള ഒരു കാര്യമാണ്. ഏതാണ് ആ 3 ഹദീസുകൾ? ഒന്നാമത്തെ ഹദീസ് സഹോദരങ്ങളെ നിയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസാണ്. ഈ ഹദീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആന്തരികമായ പ്രവർത്തനങ്ങളെല്ലാം നന്നാക്കുന്ന കാര്യമാണ്, ഖൽബിനെ നന്നാക്കുന്ന കാര്യമാണ്, ഇഖ്ലാസ് കൊണ്ടുവരുന്ന കാര്യമാണത്. രണ്ടാമത്തെ ഹദീസ് മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഒരാളുടെ സൽക്കർമ്മങ്ങളെ, ഒരാളുടെ കർമ്മങ്ങളെ നന്നാക്കുന്ന കാര്യമാണ്. ആ കർമ്മങ്ങളെ ബിദ്അത്തുകളിൽ നിന്നും സുരക്ഷിതമാക്കി ഇത്തിബാ ഉള്ള സുന്നത്തിന്റെ കർമ്മങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന കാര്യമാണ്. ആരാണോ ഈ ദീനിൽ മുമ്പില്ലാത്ത ഒരു കാര്യം കൊണ്ടുവരുന്നത് തള്ളപ്പെടുന്നതാണ്. ബിദ്അത്തുകൾ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന സുന്നത്തുകളെ പാടുള്ളൂ എന്നറിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരാളുടെ ഇഖ്ലാസും ഇത്തിബാവും ശരിയാക്കുന്ന 2 ഹദീസുകളാണ് ആ 2 ഹദീസുകൾ. മൂന്നാമത്തെ ഈ ഹദീസ് സഹോദരങ്ങളെ, ഇത് നമുക്ക് ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് ഞാനത് ചെയ്യണോ വേണ്ടേ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണത്. ഇതെനിക്ക് ചെയ്യാൻ അനുവാദമുള്ള കാര്യമാണോ, അതല്ല ചെയ്യാൻ അനുവാദമില്ലാത്ത ഹറാമാണോ, അതല്ല ഇതിനിടയിലുള്ള വിഷയമാണോ, ഞാൻ അതിൽ എന്ത് നിലപാടെടുക്കണം. അങ്ങനെ നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നീ ഇത് ചെയ്യണോ വേണ്ടേ എന്ന് നമുക്ക് നൽകുന്ന നിർദ്ദേശമുള്ള ഒരു ഹദീസാണിത്. ഈ 3 കാര്യങ്ങൾ സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ ദീനിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. അവന്റെ ഉള്ളും പുറവും നന്നാക്കി അവൻ മുന്നോട്ട് വെക്കുന്ന ഓരോ പടികളും എങ്ങനെയായിരിക്കണം എന്നെല്ലാം അറിയിച്ചു തരുന്ന ഹദീസാണിത്. എന്താണ് ഈ ഹദീസിൽ പറയുന്നത്? അദ്ദേഹം തന്റെ വിരലുകൾ ചെവിയിലേക്ക് ചൂണ്ടിക്കൊണ്ട്, അതാ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, ചില മറ്റു സഹാബികളും ഇതുപോലെ ഹദീസുകൾ റിവായത്ത് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്, എൻ്റെ ഹൃദയം അത് ഉൾക്കൊണ്ടിട്ടുണ്ട്, എൻ്റെ ചെവികൾ അത് കാതോർത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ചില സഹാബികൾ ചില ഹദീസുകൾ റിവായത്ത് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതായത് അത്രയും ഉറപ്പിലാണ് ഞാൻ ഈ പറയുന്നത്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്നവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കാര്യം അത്ര കൃത്യമായി നമ്മൾ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിൽ സംസാരിച്ചിട്ട് ആളുകൾക്കത് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇവിടെ സ്വഹാബി അങ്ങനെയാണ് ചെയ്യുന്നത് റളിയല്ലാഹു അൻഹുമാ. എന്താണ് അദ്ദേഹം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യിനുൻ, തീർച്ചയായും ഹലാലായത് അത് ബയ്യിനാണ്, വ്യക്തമാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ മാ ഉദിന ഫീ ഫിഅലിഹി, പ്രവർത്തിക്കാൻ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, പ്രവർത്തിക്കാൻ അനുവാദമുള്ള കാര്യങ്ങളാണ് അൽ ഹലാൽ എന്ന് പറയുക. അത് ബയ്യിനാണ്, വാഹിറാണ്, വ്യക്തമാണ്, അതിൽ ഒരു സംശയത്തിന് ഇടയില്ല. ഇപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുമോ ഇല്ലേ, സംശയത്തിന് ഇടയില്ല, ഹലാൽ. നമുക്കൊരു അരിഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഇല്ലേ, സംശയമില്ല, ഹലാലായ കാര്യമാണ്. അതുപോലെ പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റുമോ ഇല്ലേ, ഹലാൽ, സംശയമുള്ള കാര്യം, സംശയമില്ലാത്ത കാര്യമാണ്. കച്ചവടം ചെയ്യാൻ പറ്റുമോ, ഹലാൽ. ഇങ്ങനെ വ്യക്തമായി ദീനിൽ ഹലാലാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നൽ ഹലാല
ബയ്യിനുൻ. പണ്ഡിതന്മാർ പറയുന്നു ഹലാലായ കാര്യങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്നുകിൽ അത് ദലീൽ കൊണ്ട്, തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടാവും, ഇന്നത് ഹലാലാണ്. വഅഹല്ലല്ലാഹുൽ ബൈഅ, അള്ളാഹു കച്ചവടത്തെ ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. ഇനി ഇബാദത്തുകളല്ലാത്ത കാര്യത്തിലാണെങ്കിൽ അത് ഹലാലാവുക അതിനെ തൊട്ട് ദീനിൽ ഒന്നും പരാമർശം വരാതിരുന്നാൽ മതി, അത് ഹറാമാണെന്ന് പറയപ്പെടാതിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇബാദത്തുകളല്ലാത്ത മറ്റ് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അതെല്ലാം ഹലാലാണെന്ന് വരും. അപ്പോൾ ദീനിൽ ഹലാലാണെന്ന് വ്യക്തമായി പറഞ്ഞത് ഹലാലാണ്. ഇബാദത്തുകളല്ലാത്ത കാര്യങ്ങളിൽ ദീൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല എങ്കിൽ അതും സഹോദരങ്ങളെ, അതും ഹലാലുൽ ബയ്യിനാണ്, വ്യക്തമായ ഹലാലാണ് എന്നതിനെ പോലെ തന്നെയാണ്. ഉദാഹരണത്തിന് നമുക്ക് ഭൗതികമായ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, വീട് ഇന്ന രൂപത്തിൽ നിർമ്മിക്കണം, അപ്പം അത് അസ്ൽ ഹലാലായ കാര്യം തന്നെയാണ്. കാരണം ശരീഅത്ത് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. വീട് നിർമ്മിക്കുമ്പോൾ ഇന്ന കല്ല് ഉപയോഗിക്കണമെന്നോ ഓല മേയണമെന്നോ ഒന്നും ശരീഅത്തിൽ നിയമമില്ല. അപ്പം അതിൻ്റെ അർത്ഥം അത് ഹലാലാണ് എന്ന് തന്നെയാണ്, വ്യക്തമായ ഹലാലാണ് എന്ന് തന്നെയാണ്. അതിനെക്കുറിച്ചിട്ട് ഒന്നും ശരീഅത്തിൽ നിയമം വന്നിട്ടില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും നിയമം വന്നിട്ടുണ്ട് എങ്കിലാണ് നമ്മളത് ഹറാമാണോ കറാഹത്താണോ എന്നൊക്കെ നോക്കുകയുള്ളൂ. അതാണ് ഹലാലുൽ ബയ്യിൻ എന്ന് പറയുന്നത്. അതുപോലെ ഇന്നൽ ഹറാമ ബയ്യിനുൻ, ശരീഅത്തിൽ വിലക്കപ്പെട്ട കാര്യങ്ങളും ബയ്യിനാണ്. അത് രണ്ട് രൂപത്തിലാണ്. വിലക്കപ്പെട്ട കാര്യങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഒന്നുകിൽ നസ്സ് കൊണ്ട് തന്നെ, ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ ഇന്നത് ഹറാമാണ് എന്ന് വരും. വഹറമ റിബ, അള്ളാഹു ബൈഅ ഹലാലാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു പലിശ നിഷിദ്ധമാണ്, പലിശ ഹറാമാണ്. അത് വ്യക്തമായ ബയ്യിനായ, വ്യക്തമായിട്ടുള്ള ഹറാമായ കാര്യമാണ്. ഇനി ഇബാദത്തുകളുടെ കാര്യത്തിലാണ് എങ്കിൽ ശരീഅത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ചെയ്യൽ ഹറാമാണ്. ശരീഅത്തിൽ ഇബാദത്തിനെ കുറിച്ച് ഒരു കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല, അത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ചെയ്യലും വ്യക്തമായ ഹറാമാണ്. കാരണം ബിദ്അത്തുകളാണ്. ബിദ്അത്തുകൾ പ്രവർത്തിക്കുക എന്നുള്ളത് നിഷിദ്ധമായ ഹറാമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. വബൈനഹുമ ഉമൂറുൻ മുസ്തബിഹാത്തുൻ, ഇതിനിടയിൽ ഹലാലാണെന്നോ ഹറാമാണെന്നോ വ്യക്തമല്ലാത്ത, കൂടിക്കലർന്നിട്ടുള്ള, സംശയത്തിന് വകുപ്പുള്ള ചില കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ശരീഅത്തിൽ മുസ്തബിഹാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു കാര്യം സംശയമുള്ള കാര്യങ്ങളായി പറയപ്പെടുന്നത്? പണ്ഡിതന്മാർ അത് എണ്ണി ചില സന്ദർഭങ്ങൾ, ചില അവസ്ഥകൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമതായി അവർ പറയാറുള്ളത് അൽ ഉമൂറുൽ മുസ്തബിഹാത്ത്, സംശയമുള്ള കാര്യങ്ങൾ അത് സംഭവിക്കാനുള്ള സാഹചര്യം, അവസ്ഥകൾ. അപ്പൊ എപ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്? ഒരു കാര്യം സംശയമുള്ള കാര്യമാണോ അല്ലേന്ന് അറിയണം, എന്നിട്ടാണ് നമ്മൾ ഈ ശേഷം പറയാൻ പോകുന്ന നിലപാടെടുക്കാൻ പോകുന്നത്. അപ്പൊ സംശയമുള്ള കാര്യങ്ങളിൽ ഒരവസ്ഥ മഖ്തലഫ ഫീഹിൽ ഉലമ, പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യമാണ്. എന്നാൽ ഈ ഒരു വിഷയം പണ്ഡിതന്മാർ പറയുന്നു ഇത് നിരുപാധികമല്ല. അതായത് ചില പണ്ഡിതന്മാർ അത് ഹലാലാണെന്ന് പറഞ്ഞിട്ടുണ്ടാകും, ചില പണ്ഡിതന്മാരുണ്ടാൽ പറയുന്നത് കാണും അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറയും. എന്നാൽ അത് നിരുപാധികമല്ല. പണ്ഡിതന്മാർ പറയുന്ന ഈ ഫത്വകളും അത് മൂന്നാലൊരവസ്ഥ അതിനുണ്ടാകാറുണ്ട്. ഒന്ന്, എല്ലാ പണ്ഡിതന്മാരും ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുക. പണ്ഡിതന്മാരെല്ലാവരും ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു അത് ഹലാലാണ് എങ്കിൽ നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കാൻ പാടില്ല. അല്ലെങ്കിൽ പണ്ഡിതന്മാരെല്ലാവരും ഒരു കാര്യത്തെക്കുറിച്ച് ഹറാമാണെന്ന് പറഞ്ഞു എങ്കിൽ നമ്മളത് പ്രവർത്തിക്കാൻ പാടില്ല. ഹലാലാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രവർത്തിക്കാം, അത് നിഷിദ്ധമല്ല. അവരെല്ലാവരും ഹറാമാണെന്ന് പറഞ്ഞാൽ അത് നിഷിദ്ധമാണ്, അത് പ്രവർത്തിക്കാൻ പാടില്ല. രണ്ടാമത്തെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. എന്നാൽ ഒരു വിഭാഗത്തിന്റെ തെളിവുകൾ വളരെ ശക്തമായ തെളിവുകളായിരിക്കും. ഒരു വിഭാഗത്തിന്റെ തെളിവുകൾ ശക്തമായ തെളിവുകളായിരിക്കും. മറ്റേ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ദുർബലമായ അഭിപ്രായമായിരിക്കും. തീരെ പരിഗണിക്കാൻ പാടില്ലാത്തതായ കാര്യമായിരിക്കും. അപ്പൊ ഇവിടെ അത് ദലീൽ അത് ഹറാമാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധമായും പാലിക്കണം. ഉദാഹരണത്തിന് സംഗീതത്തിന്റെ വിഷയത്തിൽ, സംഗീതം ഭൂരിഭാഗം അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളും ഹറാമാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ മുൻഗാമികളായ ഏതോ ചില പണ്ഡിതന്മാർ, ഇബ്നു ഹസ്മിനെ പോലെയുള്ള ചിലർ സംഗീതം ഇന്ന രൂപത്തിൽ ഹലാലാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല പണ്ഡിതന്മാർ. കാരണം അദ്ദേഹം പറഞ്ഞത് ഖുർആനിനും സുന്നത്തിനും എതിരാണ്. ബാക്കിയുള്ള മുഴുവൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞതിന് എതിരാണ്. അപ്പൊ അത് സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ അതാ ഒരു അഭിപ്രായ വ്യത്യാസം. അത് ഉമൂറുൻ മുസ്തബിഹാത്തായിട്ട് പറയില്ല, മറിച്ചത് വ്യക്തമായി ഒഴിവാക്കേണ്ടതായ കാര്യമാണ്.
മൂന്നാമതൊരവസ്ഥയുണ്ട്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരുടെ ഫത്വകൾ അഭിപ്രായ വ്യത്യാസത്തിലാകുന്ന സമയത്ത് മൂന്നാമതൊരവസ്ഥയുണ്ട്. രണ്ടു കൂട്ടരുടെയും തെളിവുകൾ ബലാബലമായ തെളിവുകളാണ്. തഖാറബുൽ അദില്ല എന്ന് പറയും. തെളിവുകൾ രണ്ടു കൂട്ടരുടെയും ഒരുപോലെയുള്ള കാര്യമാണ്. ഒരാളുടെ ഫത്വ വായിക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന തെളിവുകൾ പറയുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ഹക്ക്. മറ്റേയാൾ അതിന് മറുപടി പറയുമ്പോൾ, മറ്റേയാൾ അതിന് തെളിവുകൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് തോന്നും ഇത് തന്നെയായിരിക്കും ഹക്ക്. അപ്പം ആ രൂപത്തിൽ നമുക്ക് രണ്ടും ഒരുപോലെ ഇങ്ങനെ തെളിവുകൾ തോന്നുന്ന സമയത്ത് സഹോദരങ്ങളെ, ഈ അവസ്ഥയിൽ പണ്ഡിതന്മാർ പറയുന്നു, ഇവിടെ നമ്മൾ ഒരു ബറാഅത്തു ദിമ്മ, നമ്മുടെ മേലൊരു കുറ്റമുണ്ടാകാതിരിക്കാനുള്ള, ഒരാക്ഷേപമില്ലാതിരിക്കാനുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഉദാഹരണങ്ങൾ അവർ പറയാറുണ്ട്. ഉദാഹരണത്തിന് മസ്ജിദിനകത്ത് ഹൈലുള്ള സ്ത്രീകൾ പ്രവേശിക്കുക എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ അത് കുഴപ്പമില്ല, അനുവദനീയമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അതുപോലെ തന്നെ മറ്റ് ചില പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം, ഹൈലുള്ള സ്ത്രീകൾക്ക്, ആർത്തവുള്ള സ്ത്രീകൾക്ക് മസ്ജിദിൽ പ്രവേശിക്കാം, അവിടെ ഇരിക്കാം, യാതൊരു കുഴപ്പവുമില്ല എന്നാണ്. നിസ്കാരം മാത്രം ഒഴിവാക്കിയാൽ മതി, അവർക്ക് അവിടെ ഇരിക്കാം എന്ന അഭിപ്രായമുണ്ട്. എന്നാൽ ഇപ്പുറത്ത് പണ്ഡിതന്മാരുടെ അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കും, ആ അഭിപ്രായം ശരിയല്ല. ആർത്തവകാരികൾക്ക് മസ്ജിദിനകത്ത് പ്രവേശിക്കാൻ പാടില്ല, അതിന് പുറത്തുള്ള സ്ഥലത്ത് വേണം ഇരിക്കാൻ. അവർക്ക് മസ്ജിദിൽ വല്ല ക്ലാസ്സുകളോ ഖുതുബകളോ കേൾക്കണമെങ്കിൽ അതിനെ പുറത്ത് മസ്ജിദ് അല്ലാത്ത വഖഫ് ചെയ്യാത്ത ഭാഗത്ത് ഇരിക്കണം, മസ്ജിദിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നാണ്. അപ്പം ഈ തെളിവുകൾ വായിച്ചു നോക്കുന്ന സമയത്ത് രണ്ടു കൂട്ടർക്കും ശക്തമായ തെളിവുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊരു നിലപാട് സ്വീകരിക്കണം? ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കണ്ടാൽ സൂക്ഷ്മതയുള്ള നമ്മൾ അഭിപ്രായം സ്വീകരിക്കുക, മസ്ജിദിലേക്ക് പ്രവേശിക്കാതിരിക്കുക എന്ന അഭിപ്രായമായിരിക്കും അത്. അതായത് നമുക്ക് രണ്ട് തെളിവുകൾ ഒരുപോലെ തോന്നുകയാണ്. ഒരു സ്ത്രീ അത് വായിക്കുന്നു, അവൾക്ക് രണ്ട് തെളിവുകൾ ഒരുപോലെ തോന്നുകയാണ്. അവൾ എന്ത് ചെയ്യണം? മസ്ജിദിൽ നിന്നും പുറത്ത് കിടക്കുക, മസ്ജിദിലേക്ക് പ്രവേശിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അതാണ് സൂക്ഷ്മത. കാരണം മസ്ജിദിൽ പ്രവേശിക്കൽ നിർബന്ധമായൊരു കാര്യമല്ല, മറിച്ച് അത് ഹറാമാണോ അല്ലേ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുസ്ഹഫുകൾ വുളു ഇല്ലാതെ സ്പർശിക്കാൻ പറ്റുമോ ഇല്ലേ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടു കൂട്ടരുടെ തെളിവും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഹറാമാണ്, പാടില്ല, വുളു ഉണ്ടെങ്കിൽ മാത്രമേ മുസ്ഹഫ് സ്പർശിക്കാവൂ എന്ന അഭിപ്രായം കാണാൻ സാധിക്കും. എന്നാൽ തിരിച്ചിപ്പുറത്ത് അങ്ങനെ മുസ്ഹഫ് സ്പർശിക്കാൻ വുളുവിൻ്റെ ആവശ്യമില്ല, നിസ്കാരത്തിനൊക്കെ വുളുവിൻ്റെ ആവശ്യമുള്ളൂ, മുസ്ഹഫ് സ്പർശിക്കാൻ ആവശ്യമില്ല എന്ന അഭിപ്രായവും കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് ഒരുപോലെ തോന്നുകയാണ്. നമുക്കൊന്നിനെ തർജീഹ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒന്നാണ് കൂടുതൽ ശരി, ഇതാണ് ഏറ്റവും ശരിയായതെന്ന് പറയാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഒരാൾ എങ്കിൽ അയാൾ എന്ത് ചെയ്യും? വുളു ഇല്ലാതെ സ്പർശിക്കാതിരിക്കുക എന്നുള്ളതാണ്. വുളു ഇല്ലാതെ സ്പർശിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം വുളു എടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അയാൾക്ക് വുളു എടുത്തിട്ട് സ്പർശിച്ചാൽ അയാൾ ബറാഅത്തു ദിമ്മ, അതിന് ആക്ഷേപം ഉണ്ടാകുന്നതിൽ നിന്നും ഒഴിവായിരിക്കും എന്ന് കാണാൻ സാധിക്കും. ഇത് സഹോദരങ്ങളെ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായാൽ ഉണ്ടാകുന്ന ഒരു ഇഷ്തിബാഹാണ്, സംശയമാണ്. രണ്ടാമത്തത് സഹോദരങ്ങളെ, നമുക്ക് തെളിവുകൾ തന്നെ ഫിഹാലി തഖാബുൽ അദില്ല, തെളിവുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള സംശയം നമുക്കുണ്ടാകും. നേർക്ക് നേരെ സംശയം. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊന്നും അവിടെ ഇല്ല, തെളിവുകൾ നമുക്ക് നേരെ കാണുകയാണ്. ചില തെളിവുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഹറാമാണ് എന്നായിരിക്കും ആ ഹദീസിൽ നേർക്ക് നേരെ തോന്നുക. വേറെ ചില തെളിവുകൾ കാണുന്ന സമയത്ത് അത് ഹലാലാണ് എന്ന് തോന്നും. ഏതാണ് കൂടുതൽ ശരിയെന്ന് മനസ്സിലാക്കാനുള്ള കാര്യം കിട്ടുന്നില്ല. ഇപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമുക്ക് രണ്ട് തെളിവുകൾ ഒരുപോലെ തോന്നി. ഇപ്പോൾ ഖുറാനിൽ ഒരു കാര്യം അത് ഹറാമാണ് എന്ന് തോന്നുന്നു, എന്നാൽ അത് ഹലാലാണെന്ന് ഇപ്പുറത്ത് തോന്നുന്ന രൂപത്തിൽ വേറൊരു കാര്യം ഉണ്ട് എങ്കിൽ അത് സൂക്ഷ്മതയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ഹറാമാണ് എന്നുള്ള നിലക്ക് പരിഗണിച്ച് അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. സംശയമുള്ളപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അതിനൊരു മുറജ്ജിഹില്ല, ഇന്നതാണ് കൂടുതൽ ശരി, ഇന്നതാണ് ശരിയായ അഭിപ്രായം എന്ന് പറയാനുള്ള കാര്യം അവിടെ ഇല്ല. അവിടെയും സംശയമുണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഓരോന്നും ഓരോ അവസ്ഥകളാണ്. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വസ്തു ഹറാമാണോ അനുവദനീയമാണോ എന്നുള്ളത് വ്യക്തമല്ലാത്തൊരു കാരണം അവിടെ ഉണ്ട്. ഉദാഹരണത്തിന് അവർ പറയാറുള്ളത്, ഇപ്പോൾ നമ്മൾ വേട്ട പഠിപ്പിച്ച നായകൾ പിടിച്ചുകൊണ്ടുവരുന്ന വസ്തുക്കൾ, വേട്ട ചെയ്തുകൊണ്ടുവരുന്ന വസ്തുക്കൾ, മൃഗങ്ങൾ, അത് നമുക്ക് അനുവദനീയമായ കാര്യമാണ്, അത് ഹലാലായ കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. ഖുർആനിന്റെ ആയത്ത് ഉള്ളതാണത്.
അങ്ങനെ ഒരു വേട്ടമൃഗം നമുക്ക് വേണ്ടി ഒരു മൃഗത്തെ പിടിച്ചു കൊണ്ടുവന്നു, വേട്ടയാടി പിടിച്ചു കൊണ്ടുവന്നു, ഒരു നായയോ അതല്ലെങ്കിൽ അതുപോലെ പഠിപ്പിക്കപ്പെട്ട ഒരു വേട്ടമൃഗം അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് അനുവദനീയമാണ്, കഴിക്കാൻ സാധിക്കും. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ ഒരു നായ കൊണ്ടുവരുന്ന സമയത്ത് ഉടനെ മറ്റൊരു നായ കൂടി ഈ നായയോടൊപ്പം വന്നിട്ടുണ്ട്. ആ നായയാണെങ്കിൽ നമ്മൾ വേട്ട പഠിപ്പിച്ച നായല്ല, വേട്ട പഠിപ്പിക്കാത്ത നായ പിടിച്ചുകൊണ്ട് വന്നാൽ പാടില്ല, അത് ഹലാലാവുകയില്ല. അപ്പം ഈ രണ്ട് നായയും കൂടി ഒരുമിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് നായയാണ് ഇതിനെ പിടിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് വ്യക്തമല്ല, കാരണം വ്യക്തമല്ല. അപ്പം അത് ഹറാമാണോ മുബാഹാണോ അനുവദനീയമാണോ എന്ന സംശയം അവിടെ ഉണ്ടായി. അവിടെയും നമ്മളത് ഉപേക്ഷിക്കുക എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബിസ്മി ചൊല്ലിക്കൊണ്ട് അമ്പെയ്ത്ത് നടത്തിയിട്ടും നമുക്ക് വേട്ടയാടാം. ഇപ്പോൾ ഒരാൾ അങ്ങനെ മാനിനൊക്കെ വേട്ടയാടാൻ അനുവാദമുള്ള നാടുകളിൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കാടുകളിൽ പോയി ബിസ്മി ചൊല്ലി അമ്പെയ്ത് മാനിനെ ആ രൂപത്തിലൊക്കെ പിടിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് അറക്കാൻ പറ്റാത്ത ചില മൃഗങ്ങളുണ്ടാവും, അവിടെയാണ് ഈ വേട്ട ഉപകാരപ്പെടുക. അപ്പം അങ്ങനെ വേട്ടയാടി എന്ത് ചെയ്യും? ഇതിന് ഭക്ഷിക്കാൻ പറ്റും. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെ നീ വേട്ടയാടി, അത് നീ കണ്ടിട്ടില്ല, കാടിൻ്റെ ഉള്ളിലാണ് നീ വേട്ടയാടിയത്. പിന്നീട് ഈ മൃഗത്തെ നീ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കാണുന്നുണ്ട്, കൂടെ നീ പായിച്ച ആ അമ്പും അതിൻ്റെ കഴുത്തിലോ മറ്റോ ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഇത് നീ അമ്പെയ്തതിൻ്റെ ഫലമായിട്ട് ആ മൃഗം മരിച്ചതാണോ അതല്ല വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണോ എന്ന സംശയം അവിടെ വന്നു. കാരണം നീ അതിനെ വെള്ളത്തിലാണ് കണ്ടത്, രണ്ടിനും സാധ്യത അവിടെ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാധ്യത വരുന്ന സമയത്ത് ഇത് ഇഷ്തിബാഹുള്ളൊരു സമയമാണ്. അതിൻ്റെ സബബ്, കാരണം അവിടെ വ്യക്തമല്ല, ഏത് കാരണത്താലാണ് അതിപ്പോൾ മരിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ് എങ്കിൽ അത് ശവമായി തീർന്നു, ഹറാമാണ്, കഴിക്കാൻ പാടില്ല. എന്നാൽ വേട്ട ഈ രൂപത്തിൽ തറച്ചതാണ് എങ്കിലോ അത് ഹലാലാണ്. സംശയം, കാരണമാണ് അവിടെ വ്യക്തമല്ലാത്തത്, അപ്പോൾ അത് സംശയമുള്ള കാര്യമായി തീരും. ഈ ഹദീസിൽ പറയുന്നത് പോലെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഇനി അതുപോലെ സംശയമുണ്ടാകുന്ന മറ്റൊരു അവസ്ഥയാണ് ഒരുവന്റെ സമ്പത്തിൽ ഹലാലും ഹറാമും കൂടിക്കലർന്ന സമ്പത്ത് ഒരാളിലുണ്ട് എങ്കിൽ അതിനെയും പണ്ഡിതന്മാർ അത് സംശയമുള്ള സമ്പത്തായിട്ടാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. അതിൽ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു ഒരാളുടെ സമ്പത്ത് ഹറാമും ഹലാലും കൂടിക്കലർന്നത് ആണ് എങ്കിൽ അവനുമായിട്ട് അവൻ ഇടപാടുകൾ നടത്തരുത്, അവൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. വേറെ ചിലർ പറഞ്ഞു അവനുമായിട്ട് നീ ശരിയാം വിധമുള്ള ഹലാലായ ഒരു കാരണത്തിലുള്ള ഒരു മുആമലാത്താണ് നടത്തുന്നത് എങ്കിൽ അത് കുഴപ്പമില്ല. ഉദാഹരണത്തിന് ഇങ്ങനെ ബാങ്കിൽ ജോലിയെടുക്കുന്ന പലിശ പണം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി നമ്മളെ കടയിൽ സാധനം വാങ്ങാൻ വന്നാൽ അതൊരു ഇടപാടിൽ കുഴപ്പമൊന്നുമില്ല, അയാൾ പൈസ തരുന്നു, സാധനം വാങ്ങുന്നു, അങ്ങനെ ഉള്ളതിന് തെറ്റില്ല, അത് ജായിസാണ്, അതിൽ ഹറാമല്ല. അയാൾ എങ്ങനെ സമ്പാദിച്ചു എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. അയാൾ ചിലപ്പോൾ പലിശക്ക് എടുത്തു വന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പണം തട്ടിയെടുത്ത് വന്നതായിരിക്കാം, നമുക്കറിയില്ല. നമ്മളുമായിട്ടുള്ള ട്രാൻസാക്ഷൻ കറക്റ്റാണ് എങ്കിൽ അത് ജായിസാണ്, അനുവദനീയമാണ് എന്നാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ പരിഗണിക്കേണ്ടത് അവൻ്റെ സമ്പത്തിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എന്നാണ്. കാരണം രണ്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതാണ്, ഹറാമാണോ കൂടുതൽ അല്ല ഹലാലാണോ? അവൻ്റെ സമ്പത്തിൽ ഹറാമാണ് കൂടുതൽ എങ്കിൽ അവനുമായിട്ടുള്ള ഇടപാട് പാടില്ല എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ഏറ്റവും ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറയുന്നത് അവൻ ഇടപെടുന്ന സമയത്ത് അപ്പോൾ അവൻ എന്ത് കാര്യമാണോ ഹലാലായതാണോ അവനുമായി ഇടപെടുന്നത് എങ്കിൽ അത് ഹലാലായിരിക്കും. ആ ഇടപെടുന്ന സമയത്ത് അവൻ നൽകുന്ന കാര്യം ഹറാമാണെന്ന് വ്യക്തമായാൽ അത് മാറ്റിവെച്ചാൽ മതി. അവൻ്റെ പൊതുവായ ഹലാലും ഹറാമും ചേർന്ന സമ്പത്തിലേക്ക് നമ്മൾ നോക്കേണ്ടതില്ല. മറിച്ച് അവരുമായി ഇടപെടുന്ന സമയത്ത് ആ കാര്യം ഹലാലാണോ എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികളുമായി ഇടപാടുകൾ നടത്തിയിരുന്നു. ആ യഹൂദികളുടെ സമ്പത്ത് ഹറാമും ഹലാലും കൂടി കലർന്നതായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടത്തുന്ന ഇടപാടുകളിൽ ഹലാലുള്ളതാണ് അവിടുന്ന് സ്വീകരിച്ചിട്ടുള്ളത്, അത് അവിടുന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതൊരവസ്ഥയാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകുന്ന ഇഷ്തിബാഹ്. അങ്ങനെ ഒരവസ്ഥ വരാറുണ്ട്. വേറൊരവസ്ഥ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഒരു വസ്തു അത് ഒരേ സമയത്ത് തന്നെ അത് ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന് ഉദാഹരണമായി ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഈ കാലഘട്ടത്തിൽ അത് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ കാലഘട്ടത്തിൽ ഈ നമ്മുടെ കണ്ണിൻ്റെ പിരികം അതിന് മുകളിൽ വരക്കുന്ന ചില
എന്തോ ഒരു അങ്ങനെ വസ്തുക്കൾ വരക്കുന്ന അതിന്റെ കളർ എന്ന് പറയുന്നത് നമ്മുടെ തൊലിയുടെ നിറമാണ്, സ്കിന്നിന്റെ കളറാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ അത് വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടതിനാൽ നമ്മുടെ കൺപിരികം അത് നമ്മളിങ്ങനെ പ്ലക്ക് ചെയ്ത് ഷെയ്പ്പ് ചെയ്തതുപോലെ തോന്നും. അതാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ അങ്ങനെ ചെയ്യുന്നില്ല. ഫലത്തിൽ ഇവർ ഈ ഒരു ലൈൻ അവിടെ വരക്കുന്നതോടുകൂടി, സ്കിൻ കളർ ഉള്ള ഈ ലൈൻ അവിടെ വരക്കുന്നതോടുകൂടി പിരികം അങ്ങനെ കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്തതുപോലെ തോന്നുകയാണ്. ഒരേ സമയത്ത് ഇതൊരു ഹറാമാണോ ഹലാലാണോ എന്ന് തോന്നുന്ന കാര്യമാണ്. രണ്ടും പറയാൻ സാധ്യതയുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്നു, ഇത്തരം പ്രവർത്തനങ്ങൾ ഒരാൾ ചെയ്യാൻ അനുവാദം ചോദിച്ചാൽ നമ്മളത് അനുവാദം കൊടുക്കുകയില്ല. കാരണം അത് ഹറാമാണ് എന്ന് സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ കുറ്റക്കാരാണ് എന്ന് പറയാൻ സാധിക്കുകയുമില്ല. കാരണം നിറം അത് മുഖത്തോ കവിളിലോ നെറ്റിയിലോ ഒന്നും നിറം ഒരു സ്ത്രീ ചെയ്യുക എന്നുള്ളത്, നിറം അത് അന്യപുരുഷന്മാരുടെ മുന്നിൽ അല്ലാതെ ചെയ്യുക എന്നുള്ളത്, മേക്കപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ശരീഅത്തിൽ വിലക്കപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് അത് ഹറാമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയാണ് അതിനുള്ളത് എന്നാണ്. അപ്പൊ ഇത് പണ്ഡിതന്മാർ ധാരാളം സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ആകത്തുകയായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഈ സംശയമുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, ജനങ്ങളിൽ അധിക ആളുകൾക്കും ഈ വിഷയത്തെക്കുറിച്ച് അറിയുകയില്ല എന്നാണ്. അധിക ആളുകൾക്കും അറിയുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ കസീർ എന്ന് പറയുന്നതിന്റെ മുഖാബിൽ, അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കസീർ തന്നെയാണ്. അപ്പൊ അധികം ആളുകൾക്കും അറിയുകയില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അറിയാമെന്നാണ്. ഇതാണ് പണ്ഡിതന്മാർ ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത്. വേറെ ചിലർ പറഞ്ഞു, അങ്ങനെ പണ്ഡിതന്മാരുടെ ആ ഒരു ഭാഷയിലല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കസീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പുറത്ത് ഖലീൽ, കുറഞ്ഞ ആളുകൾക്ക് അറിയുകയുള്ളൂ എന്നാണ്. എന്ത് തന്നെയായാലും ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾക്ക്, വലിയൊരു വിഭാഗം ആളുകൾക്ക് അത് അറിയുകയില്ല എന്നും അറിയുന്ന ആളുകൾ ഇപ്പുറത്തുണ്ടാകുകയും ചെയ്യും എന്ന് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയുന്നവരോട് ഈ വിഷയത്തിൽ ചോദിക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ് എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ആളുകൾ ദീൻ പഠിക്കേണ്ടതുണ്ട്, അവർ ചോദിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ വിഷയത്തിൽ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കത് ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് ബൈനാകും. അതല്ലാതെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരു കാര്യത്തെക്കുറിച്ച് ഈ പറയുന്ന ഇസ്തിബാഹുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. പണ്ഡിതന്മാരായ ആളുകൾ, ആ വിഷയത്തിൽ പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നുകിൽ ഹലാലോ അല്ലെങ്കിൽ ഹറാമോ തന്നെയായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ വിഷയത്തിൽ അവർ അഭിപ്രായം പറയുക. എന്നാൽ ഇത് അറിയാത്ത, തെളിവുകൾ മനസ്സിലാകാത്ത ആളുകൾ ഇതിനിടയിൽ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യം. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. അവരെന്താണ് ചെയ്യേണ്ടത്? ഫമനിത്തഖ ശുബുഹാത്ത്, ഇത്തരം സംശയമുണ്ടാകുന്ന കാര്യങ്ങൾ അതിലവൻ സൂക്ഷ്മത പാലിച്ചാൽ ഫഖദിസ്തബ്റഅ ലിദീനിഹി വഇർളിഹി, അവന്റെ ദീനും അഭിമാനവും അവൻ സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ദീന് സംരക്ഷിച്ചിരിക്കുന്നു പറയുന്നത് വളരെ വ്യക്തമാണ്. കാരണം അവന്റെ ദീനിൽ അത് ഹറാമായിരുന്നെങ്കിൽ ദീനിൽ ഹറാമാകുന്നൊരു കുറ്റമായിരിക്കും അവന് ഉണ്ടാവുക. പിന്നെ ഉദാഹരണമായി വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞതാണ്, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്, 10, 20 അല്ലെങ്കിൽ 30, 40 ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് സിഗരറ്റ് വലിക്കുക, ബീഡി വലിക്കുക എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിൽ ഇങ്ങനെ ഒരു സംശയമുള്ള കാര്യമായി നിലനിന്നിരുന്നു. അപ്പൊ ആ സമയത്ത് ദീനിലേക്ക് ചേർത്തി പറയുന്ന ആളുകൾ പോലും ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഇത് ഹറാമാണോ, ഇതിൽ ലഹരിയുണ്ടോ, അവരധികം അറിയില്ല. ഇതൊരു ലഹരിയുള്ളൊരു വസ്തുവാണോ, അങ്ങനെ സാങ്കേതികമായിട്ടൊന്നും പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. സാധാരണ ഒരു പുകയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ ലഹരിയോ ഒന്നും ബാധിക്കുന്നതല്ല എന്നാണ് പലരും ധരിച്ചത്. എന്നാൽ വേറെ ചിലർ അത് സാധ്യതയുണ്ട് എന്ന് കണ്ട് അതിൽ നിന്ന് മാറി നിന്നു. പക്ഷേ കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് മദ്യത്തെക്കാളും കൂടുതൽ ഉപദ്രവം ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ശരീരത്തിലും ചുറ്റുമുള്ള ആളുകൾക്കുമൊക്കെ ഉണ്ടാക്കും, വലിയ വലിയ മാരകമായ ക്യാൻസർ ഇതുകൊണ്ട് ഉണ്ടാക്കുമെന്നൊക്കെ പഠനങ്ങൾ വന്നു. അപ്പൊ ദീനുൽ ഇസ്ലാമിൽ അത് ഹറാമാണെന്ന് യാതൊരു സംശയവുമില്ല. ഒരാൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന ഒരു കാര്യം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ദീനിൽ ദ്രോഹമുണ്ടാക്കുന്ന കാര്യങ്ങൾ ശരീരത്തിലാകട്ടെ ചുറ്റുമുള്ളവർക്കാകട്ടെ അത് പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊല്ലാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യമാണത്. അപ്പോൾ വളരെ വ്യക്തമായി കഴിഞ്ഞു. പക്ഷെ അന്ന് ശ്രദ്ധിക്കാത്ത ആളുകൾ അവരുടെ ദീനിൽ അവർ സൂക്ഷ്മത പാലിച്ചില്ല. അവർക്ക് ദീനിൽ ഒരുപാട് ഈ രൂപത്തിലുള്ള ഹറാമുകൾ സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടായി. പലർക്കും
പിന്നീട് അത് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റാത്ത, വ്യക്തമായ സമയത്ത് ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ഒരു ഉദാഹരണമാണത്. സംശയമുള്ള കാര്യങ്ങളിൽ വിട്ടുനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദീൻ സുരക്ഷിതമാകും. അതുപോലെ തന്നെ വഇർദിഹി, നമ്മുടെ അഭിമാനവും സുരക്ഷിതമാകും എന്നുള്ളതാണ്. അതായത് സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ പോലും നമ്മൾ മാറി നിൽക്കുക, നമ്മുടെ അഭിമാനം മോശമാകാതിരിക്കാൻ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ കാണാൻ നമ്മുടെ ഉമ്മയായ അവിടുത്തെ പത്നി സഫിയ റളിയല്ലാഹു അൻഹ കാണാൻ വരികയാണ്. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഅ്തികാഫ് ഇരിക്കുന്ന ഭാഗത്ത് വന്ന് അങ്ങനെ പുറത്തു നിന്ന് രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് സ്വഹാബികളിൽ രണ്ടുപേർ അതിലൂടെ നടന്നു പോവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹയുമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവർ പെട്ടെന്ന് നടത്തം വേഗത കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു പറഞ്ഞു, അല റിസ്ലിക്കുമാ, നിങ്ങൾ പതുക്കെ പോയാൽ മതി, ഇന്നഹ സഫിയ, ഇത് സഫിയയാണ്, നിങ്ങൾ തിരക്കൂട്ടിയൊന്നും പോകണ്ട, വേറെ ആരുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? അവരുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു സംശയത്തിന് പോലും വക ഉണ്ടാക്കേണ്ടതില്ല. ഞാൻ ഏതോ ഒരു അന്യ സ്ത്രീയുമായി ഇവിടെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുകയാണ് എന്നൊന്നും തോന്നേണ്ടതില്ല. ഇതെന്റെ ഭാര്യയാണ്, കാരണം രാത്രിയിലാണ്, അപ്പം എൻ്റെ ഭാര്യയാണ് എൻ്റെ അടുത്തുള്ളത് എന്നവരെ ബോധ്യപ്പെടുത്തുകയാണ് എന്നാണ്. അത് എർദിനെ, തൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലും അവസ്ഥകളിൽ നിന്നും നമ്മളെപ്പോഴും മാറി നിൽക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു, ഇങ്ങനെ ആളുകൾ നമ്മളെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് സംസാര വിഷയമാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക എന്നത് വേണ്ടതില്ല. മറിച്ച് നമ്മുടെ ദീനിന്റെ വിഷയം വന്നു കഴിഞ്ഞാൽ, നമ്മൾ ദീൻ പാലിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾ പലതും നമ്മളെക്കുറിച്ച് സംസാരിക്കും, അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്നാണ്. ഉദാഹരണത്തിന്, നമ്മൾ നല്ല നെരിയാണിക്ക് മുകളിൽ വസ്ത്രമൊക്കെ ധരിച്ചാൽ അതിനെ കുറ്റം പറയാൻ കുറേ ആളുകളുണ്ടാവും. അങ്ങനെ ആളുകൾ ഇങ്ങനെ നിങ്ങളെ അഭിമാനം വ്രണപ്പെടുത്തും, നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു വരുത്തും. നിങ്ങൾ താടി സമൃദ്ധമായി നീട്ടി വളർത്തിയാൽ അതിനെ പരിഹസിക്കാൻ ആൾക്കാരുണ്ടാവും, അതിനെ കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും. അത് നിങ്ങൾ പരിഗണിച്ച് ജനങ്ങളുടെ ഒരു വർത്താനത്തിന് കാരണമാകേണ്ടതില്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ എൻ്റെ അഭിമാനം വ്രണപ്പെടേണ്ടതില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അത് മാറിക്കാൻ പാടില്ല. മറിച്ച് ദീനിൻ്റെ ഒരു കാര്യം വരുന്ന സമയത്ത് സഹോദരങ്ങളെ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം ചില നാടുകളിൽ 5 നേരം നിസ്കരിക്കാൻ പോയാൽ തന്നെ അവൻ വലിയ തീവ്രവാദി എന്ന് പറയുന്ന നാടുകളുണ്ട്. 5 നേരം ഒരാൾ കൃത്യമായി മസ്ജിദിലേക്ക് പോയാൽ തന്നെ ആ വലിയ തീവ്രവാദിയാണ്, ആ രൂപത്തിൽ വരെ സംസാരിക്കും. പിന്നെയാണ് അതിൻ്റെ താഴെയുള്ള കാര്യങ്ങൾ, അത് പരിഗണിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ വഖഅ ഫി ശുബ്ഹാതി വഖഅ ഫിൽ ഹറാം, ആരെങ്കിലും ഈ ശുബ്ഹത്തുകളിൽ സംശയമുണ്ടാക്കുന്ന ഈ കാര്യത്തിൽ വീണാൽ അവൻ ഹറാമായ കാര്യത്തിൽ വീണിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അവർ ചോദിക്കാതെ ചെയ്തതിന്റെ ഫലമാണ്. അങ്ങനെ ചോദിക്കാതെ ചെയ്തതിനാൽ അത് ഹറാമായി തീരുകയാണ്. അതാണ് വഖഅ ഫിൽ ഹറാം, ഹറാമിൽ വീണു എന്ന് പറഞ്ഞത്. അവർ ഈ സംശയമുള്ള കാര്യം ചോദിക്കാതെ ചെയ്തു, അതാണ് ഹറാമിൽ പെടാൻ കാര്യമെന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു ഇവൻ സംശയമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും, അങ്ങനെയുള്ളവനാണ് അതിൽ ഏതെങ്കിലും ഒന്ന് ഹറാം ഉണ്ടാവുകയും ചെയ്യും. എന്തെല്ലാം സംശയമുണ്ട് അതെല്ലാം ഇവൻ ചെയ്യും, ഹലാലാണോ ഹറാമാണോ എന്നറിയാത്ത എല്ലാത്തിലും ചെയ്യും. 1-2 കാര്യമല്ല, എന്തൊക്കെ സംശയമുണ്ട് അതൊക്കെ അവൻ പ്രവർത്തിക്കും. അതുകൊണ്ട് അവൻ ഹറാമിൽ വീണു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 3ാമത് ഭാഗം പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായം, അതാണ് പല പണ്ഡിതന്മാരും ശരിയായ അഭിപ്രായമായി പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ ഹറാമിൽ എന്ന് പറഞ്ഞത് അവൻ ഹറാമിൽ വീഴാൻ സാധ്യതയുണ്ട് എന്നർത്ഥമാണ്. സയഖഉ ഫിൽ ഹറാം, ഹറാമിൽ വീഴാൻ സാധ്യതയുണ്ട്. അതായത് സംശയമുള്ളൊരു പ്രവൃത്തി ഒരാൾ ചെയ്താൽ ഉടനെ അവൻ ഹറാമ് ചെയ്തു എന്ന് പറയേണ്ടതില്ല. മറിച്ച് അങ്ങനെ ചെയ്യുക വഴി അവൻ ഹറാമിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, മുൻഗാമികളിൽ പെട്ട സഹാബികന്മാരും അതുപോലെയുള്ളവരൊക്കെ പറയുന്ന ഒരു വാക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്നി ലഅജ്അലു ബൈനി വബൈനൽ ഹറാമി സുത്രതൻ മിനൽ ഹലാൽ വലൗ ഹരിമുഹാ, ഞാൻ എനിക്കും ഹറാമിനുമിടയിൽ, നിഷിദ്ധമായ കാര്യങ്ങൾക്കുമിടയിൽ ഒരു മറ ഞാൻ തീർക്കും, ഒരു ഹലാല് കൊണ്ടുള്ള മറ തീർക്കും. അതായത് നേരെ ഹറാമിന്റെ അവിടെ അല്ല അദ്ദേഹം ബോർഡർ വെച്ചത്, പരിധി വെച്ചത്. നിഷിദ്ധമായ കാര്യങ്ങൾക്കും എനിക്കുമിടയിൽ ഹലാലിന്റെ ഒരു ബോർഡർ വെക്കും. വല ഉഹരിമുഹ, ആ കാര്യം ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഹറാമാക്കുന്നില്ല. ഒരു കാര്യം ഇത്ര പോയാലേ ഹറാമാവുകയുള്ളൂ. പക്ഷേ അദ്ദേഹം അതിനെ മുന്നേ തന്നെ ഒരു പരിധി അടങ്ങ് വെക്കും. ആ പരിധി അദ്ദേഹം കടക്കുകയില്ല. ആ പരിധി കടന്നാലും യഥാർത്ഥത്തിൽ ഹറാമല്ല, കാരണം അത് ഹലാലിന്റെ പരിധിയാണ്.
പക്ഷെ അദ്ദേഹം പറയുകയാണ്, ഞാൻ അവിടെ തന്നെ സൂക്ഷ്മതക്ക് കുറെ ഇപ്പുറത്തേക്ക് പരിധി ഇങ്ങനെ നിർത്തും എന്നാണ് പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, വല ഹരിമുഹ, അത് ഹലാലിന്റെ പരിധിയാണ് ഞാൻ നിശ്ചയിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ഹറാമാണ് അത് ചെയ്യുന്നത് എന്ന് ഞാൻ പറയുകയില്ല എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ അത് കാണാൻ സാധിക്കും. അവിടുന്ന് മോഷ്ടിക്കുന്ന, ഒരു കേവലം മുട്ട മോഷ്ടിച്ച ആളുകളുടെ കാര്യത്തിൽ കുറിച്ച് പറഞ്ഞത്, ലഅന അല്ലാഹു സാരിഖ്, മോഷ്ടാവിൻ അല്ലാഹു തആല ശപിക്കട്ടെ. യസ്രിഖുൽ ബൈള, അവൻ മുട്ട മോഷ്ടിക്കുന്നു. ഫതുഖ്തഉ യദുഹു, എന്നിട്ട് അവന്റെ കൈ ഛേദിക്കപ്പെടുന്നു. വയസ്രിഖുൽ ഹബൽ, ഒരു കയർ അവൻ മോഷ്ടിക്കുന്നു. ഫതുഖ്തഉ യദുഹു, അവന്റെ കൈ ഛേദിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഈ ഹദീസ് സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ മോഷ്ടിക്കുന്നവൻ അവന്റെ കൈ ഛേദിക്കപ്പെടണമെങ്കിൽ റുബുഉ ദീനാർ, ഒരു ദീനാറിന്റെ സ്വർണ്ണ നാണയത്തിന്റെ 1/4 ഭാഗമെങ്കിലും വിലയുള്ള വസ്തുക്കൾ അവൻ മോഷ്ടിച്ചിരിക്കണം. ഒരു കയറോ മുട്ടയോ മോഷ്ടിച്ചാൽ അവന്റെ കൈ ഛേദിക്കപ്പെടുകയില്ല. പിന്നെന്താണ് ഈ ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോഷ്ടിക്കുന്നവൻ എപ്പോഴും ആരംഭിക്കുക ചെറുതെന്നായിരിക്കും. ആദ്യം തന്നെ വലിയൊരു കാറൊന്നും അവൻ മോഷ്ടിക്കുകയില്ല. ചിലപ്പോൾ ചെറിയൊരു ടയറായിരിക്കും മോഷ്ടിക്കുക, അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ വസ്തുവായിരിക്കും അവൻ മോഷ്ടിക്കുക. പിന്നെ അവനതൊരു സൈക്കിൾ മോഷ്ടിക്കും, അതിന് അപ്പുറത്തേക്ക് മോഷ്ടിക്കും. അങ്ങനെ വില കൂടിയ വസ്തുക്കളിലേക്ക് പതുക്കെ പതുക്കെയാണ് പോകുക എന്നാണ്. അപ്പം അങ്ങനെയുള്ള നിസ്സാരമായ കാര്യത്തിൽ നിന്നാണ് പല ഹറാമുകളിലേക്കും എത്തുക എന്നതിന്റെ സൂചനയാണിത്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നമുക്ക് ഹറാമിന്റെ ഒരു ഇപ്പുറത്തൊരു പരിധി നമ്മൾ നിശ്ചയിച്ചാൽ നമ്മൾ ഹറാമിലേക്ക് എത്താനുള്ള സാധ്യത കുറയും. അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? കറാഇ യർആ ഹൗലൽ ഹിമാ യൂഷികു അയർതഅ ഫീഹി. അറബികൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം കൂടിയാണത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മുമ്പ് ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാക്കും, മേച്ചിൽപ്പുറങ്ങളിലേക്ക് മൃഗങ്ങളുമായി പോകാറുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ മേച്ചിൽപ്പുറങ്ങളിൽ നിന്നും മൃഗങ്ങളെ മേയാൻ വേണ്ടി വിടുന്ന സമയത്ത് അപ്പുറത്ത് അവന്റെ മേച്ചിൽപ്പുറമുണ്ട്, അതിനൊരു പരിധിയുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയി നമ്മളെ മൃഗത്തെ കെട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? അതങ്ങനെ പോയി അപ്പുറത്ത് അവന്റെ മേച്ചിൽപ്പുറത്തിൽ നിന്നും അത് ഭക്ഷിക്കും. നമുക്ക് ഹലാലല്ലാത്ത ഭാഗത്ത് നിന്നും അത് ഭക്ഷിക്കുന്നതാണ്. നമ്മളെ വീട്ടിന്റെ പറമ്പിന്റെ അറ്റത്താണ്, മതിലൊന്നുമില്ല. നമ്മളവിടെ നമ്മളെ മൃഗത്തെ കെട്ടിയാലോ അത് അപ്പുറത്ത് പോയിട്ടും കഴിക്കും, ഇപ്പുറത്ത് പോയിട്ടും കഴിക്കും. അങ്ങനെ ചെയ്യരുത്. അത് പോയാലും അപ്പുറത്ത് അവന്റെ പരിധിയിലേക്ക് എത്താത്ത രൂപത്തിൽ വേണം അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരികയാണ്. ഉദാഹരണ സഹിതം പറഞ്ഞു തരികയാണ്, ഹറാമുകളിൽ നിന്നും സുരക്ഷിതമാകാൻ. അലാ വ ഇന്ന ലികുല്ലി മലിക്കിൻ ഹിമാ, മനസ്സിലാക്കുക, ഓരോ രാജാവിനും അയാളുടെ സംരക്ഷണ പ്രദേശമുണ്ട്. അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണ പ്രദേശം എന്ന് പറയുന്നത് അവൻ നിശ്ചയിച്ച നിഷിദ്ധമായ കാര്യങ്ങളാണ് എന്നാണ്. അപ്പൊ അല്ലാഹു ഒരു കാര്യം നിഷിദ്ധമായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വക്കിൽ പോയി നമ്മൾ നിൽക്കാതിരിക്കുക. അങ്ങനെ നിന്നതിനാൽ എന്താണ്? ഈ ഉദാഹരണം പറഞ്ഞതുപോലെ അതിലേക്ക് നമ്മൾ പെട്ടെന്ന് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ഹറാമുകളിൽ നിന്നും കുറേ ഇപ്പുറത്തേക്ക് നമ്മൾ നിൽക്കുക. എന്നാൽ ഒന്ന് കാലിടറിയാൽ പോലും നമ്മൾ ഹറാമിലേക്ക് എത്തുകയില്ല. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ വക്കിൽ പോയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ നമ്മുടെ ഒരു കാലിടർച്ച അത് ഹറാമിലേക്ക് പതിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ആ പറഞ്ഞത്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങൾ മനസ്സിലാക്കുക, ഹൃദയത്തിൽ, ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമായി. അലാ വഹിയൽ ഖൽബ്, അത് ഖൽബാണ് എന്നാണ്. അപ്പൊ ഖൽബിന് ബാഹ്യമായ പ്രവർത്തനങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്നറിയിക്കുന്ന കാര്യമാണ്. ഒരാൾ പുറത്തേക്ക് മോശം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ അതിനർത്ഥം അയാളുടെ ഖൽബ് മോശമായിട്ടുണ്ട് എന്ന് തന്നെയാണ്. പുറത്തേക്ക് മോശമായ പ്രവർത്തനങ്ങളാണ് എങ്കിൽ കൽബ് മോശമായിട്ടാണ്. ഇപ്പോൾ ഒരാളോട് എന്താണ് നീ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഈമാൻ ഉള്ളിലല്ലേ എന്നൊക്കെ ചിലർ പറയും. തഖ്വ ഉള്ളിലല്ലേ, ഈമാൻ ഉള്ളിലല്ലേ എന്ന് പറയും. അല്ല, നിന്റെ ഈമാൻ നന്നായിട്ടുണ്ട് എങ്കിൽ നിന്റെ അമലുകളും നന്നാകും. കാരണം നിന്റെ പ്രവർത്തനങ്ങൾക്ക് കൽബുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് ഈ അറിയിക്കുന്നത്. കാരണം കൽബ് നന്നായാൽ പ്രവർത്തനങ്ങളും നന്നാകും. കൽബ് നന്നായാലേ പ്രവർത്തനങ്ങൾ നന്നാവുകയുള്ളൂ എന്നറിയിക്കുന്ന കാര്യമാണിത്. ഇതാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതായ കാര്യം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. ഹലാലുകളും ഹറാമുകളും നമുക്ക് വ്യക്തമാണ്. എന്നാൽ നമുക്ക് വ്യക്തമല്ലാത്ത കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളത് ചോദിച്ച് ഹലാലാണോ ഹറാമാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്കതിന് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മേലുള്ള ബാധ്യത എന്ന് പറയുന്നത് ആ ഹറാമിലേക്ക് വീണു പോകാതെ നമ്മൾ സൂക്ഷ്മത കാണിക്കുക എന്നുള്ളതാണ്. അത് ഹറാമെന്ന് ഉറപ്പില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അതിലേക്ക് പ്രവേശിച്ചാൽ
വഴിയെ നമ്മൾ ഹറാമിലേക്ക് വീഴും. നമുക്ക് പിന്നീട് അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ ദീനും ഇല്ലാതായി പോകും. അത് രണ്ടിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ അതിൽ നിന്നും സൂക്ഷ്മത പാലിക്കുക എന്നറിയിക്കുന്ന വളരെ മഹത്തരമായ പാഠമുള്ള ഹദീസാണിത്. അതിനുശേഷം നമുക്ക് വായിക്കാം. വഅൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഈസ അബ്ദുദ്ദീനാർ വദ്ദിർഹം വൽഖതീഫ ഇൻ ഉഅതിയ റദിയ വഇൻ ലം യുഅത ലം യർദ അഖ്റജഹുൽ ബുഖാരി. ഇവിടെ പറയുന്നത് തഈസ അബ്ദുദ്ദീനാർ, ദീനാറിന്റെ അടിമ നശിക്കട്ടെ, അവന് നാശമുണ്ടാകട്ടെ, അവൻ നഷ്ടമുണ്ടാകട്ടെ. അതുപോലെ തന്നെ വദ്ദിർഹം, ദിർഹമിന്റെയും സ്വർണ്ണ നാണയത്തിന്റെയും, അതുപോലെ തന്നെ വൽ ഖതീഫ, ഒരു തരത്തിലുള്ള വിരിപ്പാണത്, വില കൂടിയ ഒരു വിരിപ്പാണത്. ഇങ്ങനെയുള്ള ആളുകളുടെ, ഇങ്ങനെയുള്ള വസ്തുക്കളുടെ അടിമ നശിക്കട്ടെ. ഇൻ ഉഅതിയ റദിയ, അവർക്ക് നൽകപ്പെട്ടാൽ. എന്തുകൊണ്ടാണ് അവർ നശിക്കട്ടെ എന്ന് പറഞ്ഞത്? അതിന്റെ കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇൻ ഉഅതിയ റദിയ, ഈ ദുന്യവിയായ വിഭവങ്ങൾ അവർക്ക് നൽകപ്പെട്ടാൽ അവർ തൃപ്തിപ്പെടും. വഇൻ ലം യുഅത ലം യർള, ഈ ദുന്യവിയായ വിഭവങ്ങൾ അവർക്ക് നൽകപ്പെട്ടിട്ടില്ല, തടയപ്പെട്ടാൽ അവർ അതൃപ്തി കാണിക്കും. അഥവാ ഈ ദുനിയാവിന്റെ വസ്തുക്കളുടെ ഒരു അടിമകളെ പോലെയാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമ്പത്ത്, പണം, പ്രശസ്തി, ഇതുപോലെ കിട്ടുന്ന ദുന്യവിയായ എന്തെല്ലാം സുഖങ്ങളുണ്ടോ അതിനോടൊരു അടിമയായി മാറുകയാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അവരെ അത് ദിർഹമിനെ അട്ടിവെച്ചിട്ട് അതിന് സുജൂദ് ചെയ്യുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ദീനാറുകൾ അട്ടിവെച്ച് സുജൂദ് ചെയ്യുക എന്നുള്ളതല്ല, വില കൂടിയ വസ്തുക്കൾ അതിനെ സുജൂദ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് കൽബ് കൊണ്ട് അവൻ അതിനോട് അടിമപ്പെട്ടതുപോലെയാണ്. അത് കിട്ടുമ്പോഴേ അവന് സമാധാനവും തൃപ്തിയുള്ളൂ. അത് കിട്ടാതിരുന്നാൽ, അതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ അവൻ കോപിക്കുകയാണ്, അവനാകെ ദേഷ്യം പിടിക്കുകയാണ്. ആ സമ്പത്തൊന്നു കുറഞ്ഞു പോയാൽ അങ്ങേയറ്റം ദേഷ്യം പിടിച്ചുകൊണ്ട് അവനാകെ അസ്വസ്ഥനാവുകയാണ്, അവന് സമാധാനം കിട്ടുന്നില്ല. അത് ഈ ഇതിന്റെ അടിമയായതുപോലെയാണ്. അതെങ്ങനെയാണ്? അത് കൂടുന്നതിനനുസരിച്ച് സന്തോഷം, അത് കുറയുന്നതിനനുസരിച്ചിട്ട് വെറുപ്പ്. ഇതാണ് സഹോദരങ്ങളെ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന്റെ ഉബൂദിയത്ത് ഉണ്ട്, അതിന് ഒരു അടിമത്വം അതിനുണ്ട് എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ തൃപ്തിയും കോപവും ഉള്ളത്, അത് അവൻ നിന്ദ്യനായി മാറുകയാണ്. രണ്ടാമത് അത് അവന്റെ കൽബിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, കൽബതിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, അവന്റെ ചിന്തകളെ സ്വാധീനിച്ചിരിക്കുന്നു, അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവൻ സാധിക്കുന്നില്ല. ഹദീസിൽ നിന്നുള്ള ഫായിദകൾ: ഒന്നാമത്തേത്, ആരെങ്കിലും അവന്റെ ചിന്തയും ഉദ്ദേശവും എപ്പോഴും ദുനിയാവാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നതിലൂടെ തൃപ്തിപ്പെടുകയും അത് നഷ്ടപ്പെടുന്നതിൽ കോപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ നഷ്ടക്കാരിൽ പെട്ടവനാണ്, അവൻ നശിക്കട്ടെ എന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ സൂറത്തുൽ മുനാഫിഖൂനിൽ, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തുൽഹിക്കും, നിങ്ങൾ അശ്രദ്ധയിലാക്കാൻ പാടില്ല, അംവാലുക്കും, നിങ്ങളുടെ സമ്പത്ത്, വല ഔലാദുക്കും, നിങ്ങളുടെ കുട്ടികൾ പോലും, അൻ ദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കേണ്ടടുത്ത് സ്മരിക്കാൻ നിങ്ങൾക്ക് ഈ ദുനിയാവൊന്നും നിങ്ങൾക്ക് ഒരു അശ്രദ്ധയാക്കാൻ പാടില്ല. വമൻ യഫ്അൽ ദാലിക്, ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അക്കൂട്ടരാണ് നഷ്ടകാരികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. എത്രയോ ആളുകൾ അവർക്ക് നിർബന്ധമായ കർമ്മങ്ങൾ പോലും പാഴാക്കി കളയുന്നത് സഹോദരങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിന് വേണ്ടിയിട്ടാണ്. അവരുടെ കച്ചവടങ്ങൾ, അവരുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നിടത്ത് അങ്ങനെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി, അത് കുറഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ദീനിനെ കൈയൊഴിയുന്ന എത്ര ആളുകളാണ് ഉള്ളത്. അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുകയാണ്, അവരതിൻ്റെ അടിമകളാണ്, അവർക്ക് നാശമുണ്ടാകട്ടെ എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഫീഹി ദലീലുൻ അലാ അന്നഹു യംബഗി ലിൽ ഇൻസാനി അൻ യുഖ്രിജ ദുനിയ മിൻ ഖൽബിഹി ഖബ്ല അൻ തഖ്റുജ മിൻ യദിഹി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്റെ കൈ കൊണ്ട് ദുനിയാവിനെ ഒഴിവാക്കുന്നതിന് മുമ്പ് ആദ്യം തന്റെ ഹൃദയത്തിൽ നിന്നും ദുനിയാവിനെ ഒഴിവാക്കേണ്ടതുണ്ട്. ഹത്താ ലാ യകൂന അബ്ദൻ ദലീലൻ ലഹ, അതിനോട് വിധേയപ്പെട്ട ഒരു അടിമയായി തീരാതിരിക്കാൻ ഹൃദയത്തിൽ നിന്നും ദുനിയാവിനെ പാടെ മാറ്റി നിർത്തേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ കൊടുക്കുന്ന മറ്റൊരു ഫായിദ, അൽ ഇഷാറത്തു ഇലാ അന്ന മൻ തഅല്ലഖ ബിശൈഇൻ തഅല്ലുഖൻ താമൻ സാറ ലഹു മിസ്ലുൽ അബ്ദ്. ആരെങ്കിലും ഒരു വസ്തു, അതെന്തിനോടാണെങ്കിലും, ദുനിയാവിനോടാണെങ്കിലും എന്തിനോടാണെങ്കിലും, അങ്ങനെ ആ രൂപത്തിൽ ഹൃദയം അതിനെ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു അടിമയെ പോലെയായി എന്നാണ്. ചില പ്രണയവുമായി നടക്കുന്ന ചില ആളുകൾ, ഉഷാക്കുകൾ, അവരവരുടെ പ്രണയിനികളെ കുറിച്ചിട്ട് അങ്ങനെ കവിത എഴുതാറുണ്ട്, ഞാൻ അവളുടെ അടിമയെ പോലെയാണ്. കാരണം അങ്ങനെയാണ്, അതിനോടുള്ള പ്രണയം മൂത്ത്
അടിമകളെപ്പോലെ ജീവിക്കാൻ അവർ തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ അവർക്ക് പിന്നീട് പാലിക്കാൻ സാധിക്കുകയില്ല. അതിനോടൊരു അടിമപ്പെട്ടുകൊണ്ട് ആ രൂപത്തിൽ അങ്ങേയറ്റം നിന്ദ്യരായിക്കൊണ്ട് അവർ ജീവിക്കുന്നതാണ്. കാരണം അള്ളാഹുവിന്റെ അടിമയാകാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, അവന്റെ ഖൽബ് അള്ളാഹുമായി ബന്ധിപ്പിക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും അടിമയായി തീരുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം സഹോദരങ്ങളെ വന്നിട്ടുള്ള ഹദീസ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഹദീസാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഖാല അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ 2 ചുമലുകളിൽ ഇങ്ങനെ പിടിച്ചു എന്നാണ്. മൻകിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചുമലിന്റെ അറ്റത്തിനാണ് മൻകിബ് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നേരെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ചുമല് പിടിച്ചിട്ടാണ് പറയുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സമയത്തും സഹാബികളുടെ കൈ പിടിച്ചുകൊണ്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മുടെ നിസ്കാരത്തിൽ തശഹുദ് 2 കൈകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ കൈ വെച്ച് പിടിച്ചിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കൂടുതൽ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത വാക്കാണ് കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. നീ ഈ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെയാണ് കഴിയേണ്ടത്, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് കഴിയേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഒരു അപരിചിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ അവൻ ആരും അറിയില്ല. അവനെങ്ങനെ ആയിരിക്കും? അവനാകെ ഇതവന്റെ സ്ഥിര സ്ഥലമാണെന്നുള്ളൊരു തൃപ്തിയിൽ അവിടെ എന്നെന്നും കഴിഞ്ഞുകൂടാമെന്നുള്ളൊരു ആശയിലൊന്നും അവൻ ജീവിക്കുകയില്ല. അവൻ മസ്ജിദിലേക്ക് പോകുന്നു, ആരെയും അറിയില്ല. അങ്ങാടിയിലേക്ക് പോകുന്നു, ആരെയും അറിയില്ല. അങ്ങനെ മൊത്തത്തിൽ ഈ ദുനിയാവ് എന്ന് പറയുന്നത് എനിക്കൊരു അപരിചിതമായ ഒരു കാര്യമാണ്. ഇതെന്റെ വാസസ്ഥലമല്ല. എന്നൊന്നും ഞാൻ ജീവിക്കേണ്ട, എൻ്റെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം കൊടുക്കേണ്ട ഒരു കാര്യമല്ല. ഔ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരൻ, അത് അതിനേക്കാളും അപ്പുറത്താണ്. കാരണം വഴിയാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു ബന്ധവുമില്ല, അവനവിടെ നിൽക്കുന്നത് പോലുമില്ല. നേരത്തെ അപരിചിതൻ അവിടെ താമസിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ വഴിയാത്രക്കാരൻ അവിടെ താമസിക്കുന്നത് പോലുമില്ല. ആ ഒരു യാത്ര അങ്ങനെ പോവുകയാണ്. അയാൾക്കറിയാം ഇവിടെ എവിടെയും ഞാനിവിടെ നിൽക്കാനുള്ളതല്ല. ആ രൂപത്തിൽ അതിനെ ഇഷ്ടപ്പെടുകയോ ആ രൂപത്തിൽ അതിനെ വില വെക്കുകയോ അദ്ദേഹം ചെയ്യുകയില്ല. അയാളുടെ ലക്ഷ്യം അയാളുടെ യാത്രയുടെ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ളതാണ്. ഇതെല്ലാം അയാളുടെ യാത്രയുടെ വഴികൾ മാത്രമാണ്. അതിന് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രമേ അയാൾ കൊടുക്കുകയുള്ളൂ എന്നാണ്. ഈ ഹദീസിലുള്ള പാഠങ്ങൾ സഹോദരങ്ങളെ നോക്കാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് കൊടുക്കുന്ന സമയത്ത് കാണിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ താല്പര്യം, അതുപോലെ ആ കാര്യങ്ങൾ സഹാബികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവിടുന്ന് പ്രവൃത്തി കൊണ്ടും അതുപോലെ സംസാരം കൊണ്ടുമൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. ഇവിടെ പ്രവൃത്തി കൊണ്ട് ശ്രദ്ധിച്ച കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രൂപത്തിൽ പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ഹദീസിൽ നമ്മൾ കണ്ടത് അവിടുന്ന് സംസാരിച്ചു കൊണ്ടാണ്. അല അല, നിങ്ങൾ അറിയുക എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിൽ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിട്ടാണ് എന്നാണ്. അതുപോലെ അദ്ദേഹം നോക്കൂ, ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് മറ്റൊരു പാഠം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ദുനിയാവ് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു വഴിയാത്രക്കാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെയോ ദുനിയാവിനെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിനെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറയുന്നില്ല. പക്ഷെ ദുനിയാവിനോടുള്ള നമുക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് ആ രൂപത്തിലായിരിക്കണം. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ ഇജ്അൽ മാലകൽ ഹിമാരില്ലദി തർകബുഹു ഔൽ ഖലാഇല്ലദി തഖ്ലി ഫി ഹാജതിക. നീ നിന്റെ സമ്പത്ത് നീ കയറിപ്പോകുന്ന നിന്റെ ഒരു കഴുതയെ പോലെ കാണണം. ഒരു ആവശ്യമാണ്, കഴുത ആവശ്യമാണ്, എന്നാലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കഴുത ആരും കെട്ടിപ്പിടിച്ചിരിക്കാറില്ല, യാത്ര കഴിഞ്ഞു. അല്ലെങ്കിൽ നീ ടോയ്ലറ്റിൽ പോകാറുണ്ട്, ടോയ്ലറ്റിൽ പോക്ക് ആവശ്യമാണ്, ടോയ്ലറ്റ് വേണ്ട തന്നെയാണ്. പക്ഷേ ടോയ്ലറ്റിൽ എന്നും കയറിക്കൂടി അവിടെ ഇരിക്കാറില്ല, ഒരാവശ്യത്തിന് ഉപയോഗിക്കുക എന്ന് മാത്രം. അതായത് നീ നിന്റെ ദുനിയാവിനെ ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഒരു മാനദണ്ഡമാണ് അവർ പറഞ്ഞു തന്നത്. നിന്റെ ആവശ്യ പൂർത്തീകരണത്തിന് മാത്രം, നിന്റെ പരലോകത്തേക്കുള്ള യാത്രക്ക് നിന്നെ സഹായിക്കുന്ന രൂപത്തിൽ മാത്രം നീ ദുനിയാവിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ശേഷം എപ്പോഴും ആളുകളോട് പറയുമായിരുന്നു എന്നാണ്, ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ് വഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ. നീ രാവിലെ ആയാൽ വൈകുന്നേരം നിനക്ക് വന്നെത്തും എന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല. ആ രൂപത്തിൽ നീ ദുനിയാവിനെ അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ടതില്ല. അതുപോലെ നീ വൈകുന്നേരമായി കഴിഞ്ഞാൽ നീ പിറ്റേന്ന് രാവിലെ വരെ ഉണ്ടാകും, അതും നീ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ദുനിയാവ് പെട്ടെന്ന് ഇവിടെ തീരുന്നതാണ്. നീ ഒരു യാത്രക്കാരനെ പോലെ നീ ഇവിടെ ജീവിക്കേണ്ടവനാണ്. എപ്പോഴും യാത്രയാകാൻ സാധ്യതയുണ്ട്.
പെട്ടെന്ന് തന്നെ യാത്രയാകാൻ സാധ്യതയുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് അദ്ദേഹം എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഭൗതിക വിരക്തിയെക്കുറിച്ച് കൃത്യമായ ഒരു വെളിച്ചം നൽകുന്ന, അതിൻ്റെ ഒരു കൃത്യമായ രൂപരേഖ നൽകുന്ന ഒരു ഹദീസാണിത്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ മുഴുവൻ അത് ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമുക്ക് പരലോകത്തേക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്നും സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. ഈ രൂപത്തിലാണ് നമ്മൾ ദുനിയാവിനെ സമീപിക്കേണ്ടത്. അതല്ലാതെ എന്നൊന്നും ജീവിക്കാനുള്ള വാസസ്ഥലമാണ് എന്ന് വിചാരിച്ച് ആ ദുനിയാവിൻ്റെ വിഭവങ്ങൾ കൂടുന്നതിനനുസരിച്ച് തൃപ്തിപ്പെടുകയും വിഭവങ്ങളൊന്ന് കുറഞ്ഞു പോകുന്ന സമയത്ത് തളർന്നു പോവുകയും ചെയ്യുന്ന, ദുനിയാവുമായി കൽബ് ബന്ധിക്കപ്പെട്ട ആളുകളെ പോലെ ആകാൻ പാടില്ല എന്നാണ് ഈ ഹദീസുകൾ മനസ്സിലാക്കി തരുന്നത്. അല്ലാഹു തആല കേട്ടതനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.